ഹലോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ എയർപോർട്ടായിട്ടുള്ള ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് അറിയോ ഈ എയർപോർട്ട് കാണാൻ. നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഭയങ്കരമായിട്ട് നേച്ചറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു എയർപോർട്ട് തന്നെയാണ് ബാംഗ്ലൂർ എയർപോർട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയപ്പോൾ നമുക്ക് അത്യാവശ്യം ചെക്കിന് വേണ്ടിയിട്ട് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഒരു സ്റ്റാഫ് വന്നിട്ട് നമുക്ക് സെൽഫ് ചെക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നോർമലി കുറേ എയർപോർട്ട്സിലൊക്കെ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിൽ നമ്മളിപ്പോഴാണ് കണ്ടത്, മുമ്പ് ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ നമ്മളവിടെ പോയി നമുക്ക് അവർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് അറിയില്ലെങ്കിലൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നോർമലി ഒരാളുടെ ഹെൽപ്പ് വേണ്ട. ഇറ്റ്സ് വെരി യൂസർ ഫ്രണ്ട്ലി ആൻഡ് വെരി ലൈക്ക് ടൈം സേവിങ് ആണ്. നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ലഗേജിൻ്റെ ടാഗും അതുപോലെ തന്നെ നമ്മുടെ ബോർഡിംഗ് പാസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് ലഗേജ് ഡ്രോപ്പ് ചെയ്യാനായിട്ടും ഒരു സ്പെഷ്യൽ ക്യൂ ഉണ്ട്. ഇങ്ങനെ സെൽഫ് ചെക്ക് ഇൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊരു ക്യൂ ഉണ്ട്. ഇറ്റ്സ് വെരി യൂസ്ഫുൾ തിങ്. അങ്ങനെ നമ്മൾ ട്രിപ്പ് എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് പോണത് ബാലിയിലോട്ടാണ് കേട്ടോ. അങ്ങനെ കുറേ നാൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് നടക്കാണ്ട് പെട്ടെന്നൊരു ദിവസം നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് പോയിട്ടുള്ളൊരു ട്രിപ്പാണത്. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് ബാലിയിലേക്കാണ്. വെരി എക്സൈറ്റഡ് ആൻഡ് വെരി ഹാപ്പി. അങ്ങനെ നമ്മൾ ബാലി ലാൻഡ് ചെയ്തപ്പോഴാണ് ദേ കണ്ടില്ലേ, ഇത്ര ആൾക്കാർ നെയിം ബോർഡ് പിടിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ ആളെ കണ്ടുപിടിക്കണം. നമ്മൾ ആളെയൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ വില്ലയിൽ എത്തിയിട്ടോ. ഇതാണ് അടുത്ത 2-3 ദിവസത്തെ നമ്മുടെ വീട്. നമ്മുടെ ബാലി ട്രിപ്പിൻ്റെ വൺ ഓഫ് ദ ഹൈലൈറ്റ് ആയിരുന്നു ഈ ഒരു സ്റ്റേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ല, അതുപോലെ നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറും, ലൈക്ക് മൊത്തത്തിൽ നമുക്ക് നല്ല ഹാപ്പി പ്ലേസ് ആയിരുന്നു ഈ ഒരു പ്രോപ്പർട്ടി. ഇൻ കേസ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ലൈക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ് വേണ്ട, അധികം ബഹളങ്ങളൊന്നും വേണ്ട, അങ്ങനെയൊക്കെ ആണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. കാരണം നമ്മൾ നല്ലൊരു പ്രൈവസി ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ആരും ശല്യപ്പെടുത്താനോ അങ്ങനെ ഒന്നുമില്ല. നല്ല കാമും പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം സ്പേഷ്യസും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കബോർഡും നമുക്കൊരു റെഡി ആവാനായിട്ടുള്ള മിററൊക്കെ ഉണ്ട്. പിന്നെ അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. അതിൽ നമുക്ക് ബാത്തിങ് ഏരിയയും ഒരു ബാത്ത് ടബിൻ്റെ ഏരിയ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. നല്ല ഒരു ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വില്ലയാണ് കേട്ടോ ഇത്. അപ്പോൾ അടിപൊളിയാണ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സ്പേസ് ഓഫ് ദിസ് വില്ലയാണ് ഈ ഒരു കാണുന്ന ഏരിയ. നമുക്ക് ആ ഒരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു സംഭവം, പിന്നെ അവിടെ ആ ഒരു പൂളും, അത് അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മുടെ കോമൺ ഒരു ഏരിയ കേട്ടോ ഈ വില്ലയുടെ. അപ്പോൾ അവിടെയാണ് അവർ ടി വിയും സൗണ്ട് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഉണ്ട്. അത് അവരൊരു വലിയൊരു സ്പേസിനെ അവർ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഡൈനിങ് ഏരിയയും പിന്നെ അവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വന്നിരുന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇവിടെ പറ്റും. അപ്പോൾ നല്ല സംഭവമാണ് ഈ ഒരു ഏരിയ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടോ. ആ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ വില്ലയിലൊക്കെ വന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു വാക്കിനൊക്കെ ഇറങ്ങിയപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഫുഡ് വരാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ കളിക്കുന്ന ഇതൊക്കെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്യായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ കഴിച്ച ഫുഡ്. അപ്പോൾ മെയിനായിട്ട് അവിടുത്തെ ഫേമസ് ഡിഷ് എന്ന് പറഞ്ഞാൽ നാസി ഗോരാൻ എന്നാണ്. നാസി ഗോരാൻ എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന ഫ്രൈഡ് റൈസ് അല്ല, അത് കുറച്ചൊരു സ്റ്റിക്കി റൈസാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അവരൊരു പപ്പടം തരും. ആ പപ്പടവും കുറച്ച് വെറൈറ്റിയാണ്. അത് ഷ്രിമ്പിൻ്റെ പപ്പടമാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ബാലി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം. ബൈ.